ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒഡോ ERPയിൽ എസ്പെഷ്യലി ഒഡോ 18 പർച്ചേസ് ഓർഡർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് പർച്ചേസിൻ്റെ മൊഡ്യൂളിലേക്ക് പോകാം. ഇവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ച പർച്ചേസ് അല്ലെങ്കിൽ RFQ, പർച്ചേസ് ഓർഡർ അല്ലെങ്കിൽ RFQ മീൻസ് റിക്വസ്റ്റ് ഫോർ കൊട്ടേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ആക്ച്വലി നമുക്ക് പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അതിന് മുമ്പിലത്തെ ഒരു സ്റ്റെപ്പാണ് RFQ, റിക്വസ്റ്റ് ഫോർ കൊട്ടേഷൻ. നോർമലി പ്രൊക്യൂർമെൻറ്റ് ഫ്ലോയിൽ നമുക്ക് പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും പർച്ചേസ് റിക്വസ്റ്റ് ഒക്കെ വരാം. ആ പർച്ചേസ് റിക്വസ്റ്റിന് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് RFQ ആക്കാം, അതേപോലെ പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ വരുന്ന ഫ്ലോ ഉണ്ട്. ഇതിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് പർച്ചേസ് ഓർഡറാണ്. ഇപ്പോൾ റിക്വസ്റ്റ് ഫോർ കൊട്ടേഷൻ, RFQ ആൻഡ് പർച്ചേസ് ഓർഡർ മെയിനായിട്ടുള്ള ഡിഫറൻസ്. RFQ നമുക്കിപ്പോൾ ഒരു റിക്വയർമെൻറ്റ് വന്നു, ഒരു ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യാനുള്ള റിക്വയർമെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളിത് ആരെടുത്തുനിന്ന് പർച്ചേസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഒരു RFQ ക്രിയേറ്റ് ചെയ്തിട്ട് പല സപ്ലൈസിന് അയച്ചു കൊടുക്കാം. എന്നിട്ട് അവരുടെ അടുത്ത് നിന്ന് പ്രൈസ് എടുക്കാനും കളക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിലേതാണ് ബെസ്റ്റ് ഓപ്ഷൻ അതിനെയാണ് നമ്മൾ പർച്ചേസ് ഓർഡർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഓർഡേഴ്സിൻ്റെ അണ്ടറിൽ റിക്വസ്റ്റ് ഫോർ കൊട്ടേഷൻ, അതുപോലെ പർച്ചേസ് ഓർഡേഴ്സ് ഉണ്ട്, പർച്ചേസ് എഗ്രിമെൻറ്റ്സ് ഉണ്ട്, പിന്നെ വെൻഡേഴ്സ് ഉണ്ട്. പർച്ചേസ് ഓർഡേഴ്സിൽ ക്ലിക്ക് ചെയ്യുക, ഇവിടെ ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. ന്യൂ കൊടുത്തതിന് ശേഷം വരുന്ന വിൻഡോയിൽ നമ്മൾ ഫസ്റ്റ് സപ്ലയർ നെയിം സെലക്ട് ചെയ്യണം. അപ്പോൾ ഓൾറെഡി അവിടെ ഒരു സപ്ലയർ അവൈലബിൾ ആണെങ്കിൽ, നമ്മുടെ സിസ്റ്റത്തിൽ ഓൾറെഡി അവൈലബിൾ ആണെങ്കിൽ അവിടെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഞാനിവിടെ ന്യൂ സപ്ലയർ എന്ന് പറഞ്ഞൊരു സപ്ലയർ ക്രിയേറ്റ് ചെയ്യാം. ന്യൂ സപ്ലയർ നമുക്ക് ഇവിടെ നിന്ന് തന്നെ സപ്ലയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ സപ്ലയർ ഇൻഡിവിജ്വൽ ആണോ പേഴ്സൺ ആണോ കമ്പനിയാണോ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ അവിടെ ഇമെയിൽ ID, ഫോൺ നമ്പർ, ദെൻ ടാക്സ് ID, വാറ്റ് നമ്പർ, ബാക്കി ഡീറ്റെയിൽസൊക്കെ കൊടുക്കാം. ദെൻ ഇവിടെ നമുക്ക് സെയിൽസ് ആൻഡ് പർച്ചേസിൻ്റെ ടാബിൽ അവരുടെ പേയ്മെൻറ്റ് ടേംസ്, ഇപ്പോൾ ചില സപ്ലൈസ് നമുക്ക് 30 days ക്രെഡിറ്റ് ആയിരിക്കും, ചില സപ്ലൈസ് നമ്മൾ ഇമീഡിയറ്റ് പേയ്മെൻറ്റ് ആയിരിക്കും, ക്യാഷ് പേയ്മെൻറ്റ് ആയിരിക്കും. ഇനി ഔട്ട്സൈഡ് സപ്ലൈസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് സപ്ലയറെ കറൻസി സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനത്തെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് പേര് കൊടുത്തിട്ട് സേവ് ചെയ്യുന്നുണ്ട്. ദെൻ വെൻഡർ റെഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം നമ്മളെ ഇൻറ്റേർണൽ റെഫറൻസ് അല്ലെങ്കിൽ വെൻഡർക്ക് ഒരു കോഡ് ഉണ്ടെങ്കിൽ അങ്ങനെ അവിടെ ഏത് രീതിയിൽ വേണമെങ്കിലും ഡിപ്പെൻഡ്സ് ഓൺ ദ കമ്പനി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ 1, 2, 3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെഫറൻസ് കൊടുക്കുകയാണ്. ഏതെങ്കിലും ഒരു എഗ്രിമെൻറ്റ്, ഇപ്പോൾ ഒരു സപ്ലയറുമായിട്ട്, ഈ സപ്ലയറുമായിട്ട് നമുക്കൊരു എഗ്രിമെൻറ്റ് ഓൾറെഡി ഉണ്ടെങ്കിൽ, ഇവൻ ബ്ലാങ്കറ്റ് ഓർഡർ അല്ലെങ്കിൽ പർച്ചേസ് എഗ്രിമെൻറ്റ് ഉണ്ടെങ്കിൽ ആ എഗ്രിമെൻറ്റ് നമുക്കിവിടെ ചൂസ് ചെയ്ത് കൊടുക്കാം. ദെൻ കറൻസീൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ മൾട്ടിപ്പിൾ കറൻസി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഔട്ട്സൈഡിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ വേറെ കറൻസി സെലക്ട് ചെയ്യാം. ഓർഡർ ഡെഡ് ലൈൻ എന്ന് പറഞ്ഞാൽ കറൻറ്റ് ഡേറ്റും ടൈമും വരും. അതുപോലെ എക്സ്പെക്റ്റഡ് അറൈവൽ, ഇതൊന്നും മാൻഡറ്ററി ഫീൽഡ് അല്ല. നമുക്ക് ഏകദേശം ഒരു ലീഡ് ടൈം ഉണ്ടാവും. ലീഡ് ടൈം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു പർച്ചേസ് ഓർഡർ പ്ലേസ് ചെയ്തിട്ട് നമുക്ക് എത്ര സമയം കൊണ്ട് ആ ഒരു ഐറ്റം നമ്മുടെ സ്റ്റോറിലേക്ക് വരും എന്നുള്ളതാണ് ലീഡ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. ഈ ആസ്ക് ഫോർ കൺഫർമേഷൻ എന്നുള്ളതൊരു അപ്രൂവലിൻ്റെ കേസാണ് വരുന്നത്. അതിൽ നമുക്കിപ്പോൾ ഒരു കൺഫർമേഷൻ ഓട്ടോമാറ്റിക്കലി സെൻഡ് എ കൺഫർമേഷൻ ഇമെയിൽ ടു ദ വെൻഡർ X days ബിഫോർ ദ എക്സ്പെക്റ്റഡ് റെസിപ്റ്റ് ഡേറ്റ്. അപ്പോൾ അങ്ങനെ ഒരു കേസ് നമ്മളിവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു കൺഫർമേഷൻ സപ്ലയർക്ക് ഇമെയിലായിട്ട് പോകും ഈ ഒരു സെറ്റിങ്സിനനുസരിച്ചിട്ട്. ദെൻ ആ ഒരു എക്സാക്റ്റ് കൺഫർമേഷൻ അല്ല അപ്രൂവൽ എടുക്കുകയാണ് വെൻഡർ സൈഡിൽ നിന്ന് ഏതാണ് അതിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് അറൈവൽ ഡേറ്റ് എന്നുള്ളത്, എക്സാക്റ്റ് ഡേറ്റ് എന്നുള്ളത്, അതിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ്. അത് മാൻഡറ്ററി അല്ല. ദെൻ ഡെലിവർ ടു, നമുക്കിപ്പോൾ മൾട്ടിപ്പിൾ വെയർ ഹൗസ് ഉണ്ടെങ്കിൽ നമ്മൾ ഡെലിവർ ടു എന്നുള്ള ഇടത്തിൽ നമുക്കവിടെ വെയർ ഹൗസ് ചൂസ് ചെയ്ത് കൊടുക്കാം. ഏത് വെയർ ഹൗസിലേക്കാണ് ഈ ഒരു PO സപ്ലയർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഐറ്റംസ് വരേണ്ടതെന്നുള്ളത്. ദെൻ നെക്സ്റ്റ് നമ്മളിവിടെ ആഡ് പ്രോഡക്റ്റ് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഉള്ള പ്രോഡക്റ്റാണ് എനിക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. അതല്ല ഞാനൊരു പുതിയ പ്രോഡക്റ്റാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഞാനിവിടെ തന്നെ ന്യൂ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഐറ്റം ക്രിയേറ്റ് ചെയ്യാണ്. ഈ പ്രോഡക്റ്റ് ക്രിയേഷനൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇവിടെ ന്യൂ പ്രോഡക്റ്റ് കൊടുത്തു. പ്രോഡക്റ്റ് ടൈപ്പ് ഗുഡ്സ് ആണ്. ട്രാക്ക് ഇൻവെൻട്രി കൊടുത്തിട്ടുണ്ട്. ദെൻ ഞാൻ ജസ്റ്റ് സേവ് ചെയ്തു. ഞാൻ ഇവിടെ എനിക്ക് ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഡിസ്ക്രിപ്ഷൻസ് ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്താണോ ഒരു ഐറ്റം, ആ ഐറ്റത്തിൻ്റെ കൂടുതലായിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ, ലോങ് ഡിസ്ക്രിപ്ഷൻ ആയിട്ടിവിടെ കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്കിവിടെ അനലിറ്റിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നതും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതൊരു കോസ്റ്റ് സെൻറ്ററാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രാക്ടിക്കൽ പ്രൊജക്റ്റിലേക്കോ അല്ലെങ്കിൽ ഡിവിഷനിലേക്കൊക്കെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ. ഇത് ഞാൻ ക്വാണ്ടിറ്റി കൊടുത്തപ്പോൾ ഒരു 5 ക്വാണ്ടിറ്റി യൂണിറ്റ്സ് വന്നിട്ടുണ്ട്, യൂണിറ്റ് ഓഫ് മെഷർ വന്നിട്ടുണ്ട്. യൂണിറ്റ് പ്രൈസ് 20 വാങ്ങിക്കുന്നത് വിത്ത് വാറ്റ്. അപ്പോൾ 100+ വാറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം ഡീറ്റെയിൽഡ് ആയിട്ട്.
ദെൻ ഇപ്പം നമ്മൾ ചില കേസിലൊക്കെ നമുക്ക് മൾട്ടിപ്പിൾ ഐറ്റംസ് വരും. സെക്ഷനൊക്കെ ആയിട്ട് കൊടുക്കണമെങ്കിലാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആഡ് പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ വരുന്ന ഇവിടെ ഐറ്റം കോഡ് അല്ലെങ്കിൽ ഐറ്റത്തിൻ്റെ ബാർ കോഡ് അതല്ലെങ്കിൽ നെയിം ഇതൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെർച്ചിൻ്റെ ലിസ്റ്റിൽ ഐറ്റംസ് ഫെച്ച് ചെയ്ത് വരും. അതുപോലെ കാറ്റലോഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിതുപോലെ ഈസി ആയിട്ട് നമുക്ക് ഐറ്റംസ് ഗ്രിഡ് വ്യൂ ഇപ്പോൾ ഇ-കൊമേഴ്സിലേക്ക് ആഡ് ചെയ്യുന്നത് പോലെ ആഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഞാനിത് കൺഫേം ഓർഡർ കൊടുക്കുകയാണ്. അപ്പോൾ കൺഫേം ഓർഡർ കൊടുക്കുമ്പം ആ ഒരു നമ്പർ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ ഒരു റിസീവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കാം. അതുപോലെ റെസിപ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കും ഇവിടെ. ഇത് നമ്മൾ ഈ ഒരു പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സ്റ്റോറിലേക്ക് ഈ ഒരു ഐറ്റം റിസീവ് ചെയ്യാനുള്ള ഒരു ഡ്രാഫ്റ്റ് GRN ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് അല്ലെങ്കിൽ പല ടെർമിനോളജി യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. PO പ്രിൻറ്റ് ചെയ്തിട്ട് നമുക്ക് സപ്ലയർക്ക് അയച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് സെൻഡ് PO കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇമെയിലായിട്ട് നമുക്ക് സോഫ്റ്റ്വെയർ തന്നെ അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്കിവിടെ ഈ പ്രിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പർച്ചേസ് ഓർഡറിൻ്റെ പ്രിൻ്റ് കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, താങ്ക് യു.